അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളോട് ഈ ഷെയർ ചെയ്യുന്ന വിഷയം ഭാര്യ ഭർത്താവിനെ എങ്ങനെ പിടിച്ചു നിർത്താം, ഒരു ഭർത്താവിനെ ഭാര്യയുടെ കാൽച്ചുവട്ടിൽ തന്നെ എങ്ങനെ പിടിച്ചു നിർത്താം. അതിന് ചെറിയ ഹിക്മത്ത് പോരാ, ഒരുപാട് പ്രവർത്തിക്കണം. അതിൽ പ്രധാനമായും പ്രവർത്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ആ ഭർത്താവിനെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾ ആ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സൊരുക്കിക്കൊണ്ട്, അഥവാ സുബഹി നിസ്കാരത്തിന് മുമ്പ് നിങ്ങൾ തഹജ്ജുദിന് എഴുന്നേക്കുമല്ലോ, ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് നിങ്ങൾ ഒരല്പ പഞ്ചസാര എടുത്തിട്ട് ആ ഭർത്താവ് കാണാതെ തന്നെ ആ പഞ്ചസാരയിൽ നിങ്ങൾ 41 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക, അതിൽ ഊതുക, ആ പഞ്ചസാരയിട്ട് അദ്ദേഹത്തിന് ചായ കൊടുക്കുക. ഇനി അല്ല എങ്കിൽ ഒരു സൂറത്ത് യാസീൻ ഓതി നല്ല മനസ്സുരുകി തന്നെ എൻ്റെ ഭർത്താവിനെ എല്ലാ നിലയിലും കാത്തു രക്ഷിക്കണം റബ്ബേ എന്ന് ഉരുകുന്ന മനസ്സോടുകൂടി ആ യാസീൻ, ഖുർആൻ സൂറത്ത് യാസീൻ ഓതി ഒരൽപ്പം വെള്ളത്തിൽ ഊതി ആ വെള്ളം കൊണ്ട് ചായ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചൂടാക്കി വെള്ളം കുടിക്കാൻ കൊടുക്കുകയോ ചെയ്യണം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഡ്രസ്സുകൾ കഴുകുന്ന സമയത്ത് ആ ഡ്രസ്സിൽ അവസാനം നമ്മൾ ഒഴുക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. അതിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ആ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന എൻ്റെ ഭർത്താവ് ഒരു ഹറാമിലേക്കും പോകരുതേ അല്ലാ, ഒരു വ്യഭിചാരത്തിലേക്കും പോകല്ലേ അല്ലാ, എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള വലിയ തൻ്റെ ഇസ്സത്തും എൻ്റെ ഭർത്താവിന്, ഈ വസ്ത്രം അണിഞ്ഞിറങ്ങുന്ന എൻ്റെ ഭർത്താവിന് നീ കൊടുക്കണമേ അല്ലാ എന്ന് മനസ്സുരുകി നിങ്ങൾ ആ വസ്ത്രം കഴുകി അവസാനം ഒഴുക്ക് വെള്ളം ഒഴുക്കി ഷഹാദത്ത് കലിമ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ കരുതിയാൽ ആ വസ്ത്രം ഇട്ടുകൊണ്ട് പോകുന്ന ഭർത്താവ് ഒരു ഹറാമിലേക്കും പോവുകയില്ല. നിങ്ങളെ സന്തോഷകരമായി നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നല്ലതുപോലെ പോറ്റും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നെന്നറിഞ്ഞാൽ ആ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 11 ഫാത്തിഹ ഓതി ഒരൽപ്പം വെള്ളത്തിൽ ഊതി, അല്ലാഹുവേ പടച്ചവനെ, ഇതിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഭർത്താവ് വന്നു കയറുമ്പോൾ യാതൊരു ടെൻഷനും വിഷമവും ഇല്ലാതെ സന്തോഷവാനായി ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും എന്നോടും എൻ്റെ മക്കളോടും നിത്യ വസന്തമായി കഴിയണം എന്ന ദുആയോടുകൂടി ഒരൽപ്പം വെള്ളമെടുത്ത് അതിലേക്ക് 11 ഫാത്തിഹ ഓതി ഊതിയിട്ട് ആ വെള്ളം നിങ്ങളുടെ വീടിന്റെ വാതിൽ തളിക്കുക. അതിലൂടെയാണ് മറികടന്നാണ് നിങ്ങളുടെ ഭർത്താവ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഭർത്താവിന്റെ ശൈത്വാനികപരമായ എല്ലാ പ്രശ്നങ്ങളും വീടിന് പുറത്താവുകയും ഉള്ളിലേക്ക് കയറുന്നതോടുകൂടി അവൻ സന്തോഷവാനാവുകയും മക്കളെയും നിങ്ങളെയും കാണുമ്പോൾ വല്ലാത്ത സ്നേഹവും സന്തോഷവും, കുറച്ചു നേരം നിങ്ങളോടൊപ്പം ഇരിക്കണം എന്ന മനസ്സും അവനക്ക് വരും. ഇതൊക്കെ അവൻ അറിയാതെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം ഇത് അവനെ ചതിക്കലല്ല, അവനെ സ്നേഹത്തിന്റെ നിങ്ങളിലെ ഒരാളായി നിങ്ങൾ മാറ്റുകയാണ്. അതിനുവേണ്ടി സൂറത്തുൽ ഫാത്തിഹയും യാസീനും അടങ്ങുന്നതൊക്കെ നിങ്ങൾ ഭർത്താവ് അറിയാതെ ഓതി അവരെ വശത്താക്കി ആത്മീയമായി ഉയർത്താൻ നിങ്ങളെ കൊണ്ടേ കഴിയൂ. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരെ ആത്മീയമായി ഉയർത്തണം. മറിച്ച് ഒരു ഭാര്യ ആത്മീയമായി ഭർത്താവിനെ ഉയർത്താൻ ശ്രമിച്ചില്ല എങ്കിൽ അവൻ ഏത് തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷയുടെ പകുതി നിനക്കായിരിക്കും, ഭാര്യക്കായിരിക്കും എന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ ഭർത്താവ് കിടന്നുറങ്ങുമ്പോഴും ആ ഉറക്കിൽ നിന്ന് നിങ്ങൾ ഒരുപക്ഷെ ഈ ഉറക്കിലേക്ക് എത്താൻ, കിടക്കയിലേക്ക് എത്താൻ താമസിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾ മുതലെടുക്കണം. ആ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ അടുത്ത് പോയി ഉറക്കം ഉണർത്താതെ അവിടെ ഇരുന്ന് കൊണ്ട് ഫാത്തിഹ ഓതി ആ തലയിലും മുഖത്തും ഒന്ന് ഊതിക്കൊടുക്കുക, അദ്ദേഹം അറിയാത്ത നിലയിൽ. അതുപോലെ തന്നെ ആ വിരിപ്പുകൾ ഇടുന്ന സമയത്ത് ദുആ ചെയ്യുക, അല്ലാഹുവേ, ഈ വിരിപ്പിലേക്ക് കിടക്കാൻ വരുന്ന എൻ്റെ ഭർത്താവ് ഒരിക്കലും ഞാനുമായി ത്വലാഖ് ചൊല്ലി പിരിയല്ലേ അല്ലാ, എൻ്റെ മക്കളെ ഒരു കാരണവശാൽ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് ആ വിരിപ്പ് നിങ്ങൾ വിരിക്കുക. അതുപോലെ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവെക്കുന്നതിന് മുമ്പ് പടച്ചവനെ, ഈ ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ഭർത്താവ് ഒരു വ്യഭിചാരിയാകല്ലേ അല്ലാ, എൻ്റെ ഈ ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ഭർത്താവ് ഒരിക്കലും ഹറാമിലേക്ക് പോകല്ലേ അല്ലാ എന്ന് ദുആ ചെയ്യണം. വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തിൽ നിങ്ങൾ ദുആ ഇരക്കണം. അങ്ങനെ നിങ്ങൾക്കറിയുന്ന ദുആകൾ
ദുആകളും ദിക്റുകളും സൂറത്തുകളും ഊതി ഭർത്താവിന് കൊടുത്തുകൊണ്ടേയിരുന്നാൽ ആ ഭർത്താവ് നശിക്കുകയില്ല, ആ ഭർത്താവിന് സ്നേഹം കുറയുകയില്ല. മറിച്ച് അവനായി അവന്റെ പാടായി, ഞാനായി എന്റെ പാടായി എന്ന ശൈലിയിൽ ജീവിച്ചാൽ പിന്നെ വരുന്ന പ്രശ്നങ്ങൾക്ക് മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങൾ ഐക്യത്തിൽ നിലനിർത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.